ലോക ഡൗൺ സിൻഡ്രോം ദിനത്തെക്കുറിച്ചാണ് നാം ഇന്നിവിടെ പറയുന്നത്. എല്ലാ വർഷവും മാർച്ച് മാസം 21-ാം തീയതിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന രോഗത്തെക്കുറിച്ച് ആളുകൾക്ക് വ്യക്തമായ ധാരണ ഉള്ളതായി തോന്നുന്നില്ല. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് കുട്ടികളിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അഥവാ ബുദ്ധിയുടെ കുറവ് ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട അസുഖമാണ്. നമ്മുടെ കോശങ്ങളിൽ ഏതാണ്ട് ഓരോ കോശങ്ങളിലും 23 ക്രോമസോമുകളുണ്ട്. അതിൽ 21-ാമത്തെ ക്രോമസോം 2 എണ്ണത്തിന് പകരം 3 എണ്ണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ട്രൈസോമി 21 അഥവാ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ട്രൈസോമി 21 എന്ന് പറയുന്നത് കുട്ടികളിൽ ബുദ്ധിപരമായ കുറവുണ്ടാക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗാവസ്ഥയാണ്. ഈ രോഗം എല്ലാ കോശങ്ങളിലും ബാധിക്കുന്നത് കൊണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനം, ഹൃദയത്തിൻ്റെ പ്രവർത്തനം, മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനത്തിനെയെല്ലാം ബാധിക്കാവുന്നതാണ്. കൂടാതെ ഈ കുട്ടികൾക്ക് തൈറോയിഡ് രോഗത്തിൻ്റെ കുറവും ഉണ്ടാകാം. ഡൗൺ സിൻഡ്രോം അഥവാ ട്രൈസോമി 21-ന്റെ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് കാണുന്നതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇവരുടെ മുഖം വളരെ പ്രത്യേക രീതിയിലുള്ളതും ഇവരുടെ തലയുടെ സൈസ് കുറവും, മൂക്ക് പതിഞ്ഞും വാ ചെറുതും നാക്ക് ചെറുതും ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൂടാതെ ഇവിടെ കഴുത്തിന്റെ നീളം കുറവായിരിക്കും. കയ്യിൽ ഈ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വരകൾക്ക് പകരമായിട്ട് ഒരേ ഒരു ട്രാൻസ്വേഴ്സ് ക്രീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവരുടെ വിരലുകൾക്ക് വളവുകൾ ഉണ്ടാകാം. കൂടാതെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, കുടലുകൾക്കുള്ള അസുഖങ്ങൾ, ഇങ്ങനെ പല രീതിയിലുള്ള മറ്റ് അസുഖങ്ങളും ഇവരെ കാണാറുണ്ട്. ഏതായാലും ഒരു മുഖലക്ഷണം കൊണ്ട് തന്നെ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം കണ്ടുപിടിക്കാവുന്നതാണ്. ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാന കാരണം അമ്മമാരുടെ പ്രായക്കൂടുതലാണെങ്കിലും ഈ കാലഘട്ടത്തിൽ അമ്മമാര് നേരത്തെ തന്നെ പ്രസവിക്കുന്നത് കൊണ്ട് യുവതികളായ അമ്മമാർക്കും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ഉണ്ടാകാറുണ്ട്. ഈ രോഗം ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള അവസരം ഇപ്പോഴുള്ളതുകൊണ്ട് പ്രത്യേക പരിശോധനകൾ കൊണ്ടും എക്സ്റേ കൊണ്ടും അൾട്രാസൗണ്ട് കൊണ്ടും രോഗം കണ്ടുപിടിച്ച് മാറ്റിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ഗർഭാവസ്ഥ വേണ്ട എന്ന് വെക്കുന്നതിനോ ആളുകൾക്ക് സൗകര്യമുണ്ട്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം ഈ കാലഘട്ടത്തിൽ പ്രത്യേക രീതിയിലുള്ള ഗർഭപരിശോധനകൾ കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുന്നത് കൊണ്ട് അസുഖത്തിന്റെ അളവ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. മുമ്പ് 400 പ്രസവങ്ങളിൽ ഒരു കുട്ടിക്ക് ഇതുണ്ടാകുമായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 4000-ൽ 1 എന്ന രീതിയിൽ മാത്രമാണ് ഡൗൺ സിൻഡ്രോം അഥവാ ട്രൈസോമി 21 കാണപ്പെടുന്നത്. ഈ രോഗം ഉള്ളവരെ എന്താണെങ്കിലും നിരന്തരമായിട്ട് രക്തപരിശോധന നടത്തുക, അവരുടെ തൈറോയിഡ് പാനൽ നോക്കുക, വളർച്ച പരിശോധിക്കുക, ബുദ്ധിപരമായുള്ള സഹായങ്ങൾ ചെയ്യുക, പഠന വൈകല്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുക, സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി ഇതുപോലുള്ള ചികിത്സാ രീതികൾ പാലിക്കുക. ഇങ്ങനെയെല്ലാം നമുക്ക് ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും.